പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വിദ്യാർത്ഥിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നാം പ്രവേശിക്കുന്നത്. My name is Joswin. Okay. I'm coming from Bomnelli Parish. Yes. I wrote my board exams in March. Throughout 12th, I was very weak at maths, and I never did well in my school exams. But I had firm belief that Jesus will help me and I'll do well. Me and my family, every Sunday we used to watch Abhishekagni on TV. Abhishekagni. Every Sunday we used to watch, and before each exam, I used to place all my books in front of the TV and pray. As a result, today at 12:30 I got my results and I scored 92% overall. 92. And in this subject which I was weak, I got 95 in it. Great. I will give you a gift. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Dear and loving children, all over the world there are so many tens of thousands and thousands of people, especially children, students, they are attending the Abhishekagni episode. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയിൽ പങ്കെടുക്കുമ്പോൾ വിദ്യാർത്ഥിനികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അവരുടെ പഠന മേഖലകളെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ബുദ്ധി കർത്താവ് തെളിക്കും.
നിങ്ങളുടെ പരീക്ഷകൾ ഭയമോ പേടിയോ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പഠിക്കാനുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ഈ വചനശുശ്രൂഷ നടക്കുമ്പോൾ കർത്താവിന് മുമ്പിൽ നിങ്ങളുടെ എടുത്ത് പിടിക്കുക. ദൈവമേ, എൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ എന്ന് കുട്ടികൾ പ്രാർത്ഥിക്കുക. വലിയൊരു അനുഗ്രഹം കർത്താവ് ചൊരിഞ്ഞ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ മാറാൻ കർത്താവ് ഇടപെടുന്ന മണിക്കൂറാണിത്. ഉച്ചത്തിൽ പറയുക ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവതിവാക്കന്മാർ കുട്ടികളെല്ലാം പാരൻസിൻ്റെ കൂടെ നല്ലൊരു കൂട്ടായ്മയിൽ എളിമയുള്ളൊരു ഹൃദയത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുക. കർത്താവ് അനുഗ്രഹിക്കും. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേറ്റ് കുറച്ചു നേരം ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് അതിശക്തമായ അനോയിൻറ്റിങ് കർത്താവ് നമുക്ക് നൽകും. ദുഷ്ടബാധകൾ ഒഴിഞ്ഞു പോകും, നിരാശ മാറും, നിരുത്സാഹം മാറും, തളർച്ച മാറും, രോഗങ്ങൾ മാറും. വലിയ വിടുതൽ ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ കർത്താവ് വർഷിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, 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 ഗ്ലോറി. ഓ ഫയർ, ഫയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി വ്യാപരിക്കുന്നു. അത്ഭുത ശക്തി, ഉന്നത ശക്തി. ഗ്ലോറി, ഗ്ലോറി. ആത്മാവിൽ ആരാധന, ഭക്തിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, ഭക്തിയാൽ അഭിഷേകമേ. ഭക്തിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ഭക്തിയാൽ അഭിഷേകം ചെയ്തിടും ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, ഭക്തിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, ഭക്തിയാൽ അഭിഷേകമേ. കർത്താവേ, ഉന്നതമായൊരു അഭിഷേകം ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് ചൊരിയണമേ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതിവാക്കന്മാർ, കുടുംബങ്ങൾ, സിസ്റ്റേഴ്സ്, വൈദികർ എല്ലാവരും ഈ ശുശ്രൂഷ സർവ്വ മക്കളും ആത്മാവിന്റെ അഗ്നിയാൽ ഇപ്പോൾ കത്തി ജ്വലിക്കട്ടെ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ, ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന, ഭക്തിയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന, ഭക്തിയാൽ അഭിഷേകമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. Children, praise your God. Let us worship our Lord Jesus Christ. Thank you, Lord. Thank you, Jesus. Oh, Holy Spirit, we believe in you. We believe in your mighty presence. Thank you, Lord. Thank you, Jesus, for your mighty presence. യേശുവേ, നീ ഇവിടെ ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, illumine our hearts, our minds. Help us to understand divine wisdom. Thank you, Holy Spirit. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. With a jubilant heart, ജ്വലിക്കുന്ന സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കസേരകളിലേക്ക് ഇരിക്കാം, സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യേശയ്യാ പ്രവചനത്തിൽ 59-ാം അധ്യായത്തിലെ
ഒന്നാമത്തെ തിരുലിഖിതമാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ബുക്ക് ഓഫ് ഐസയ 59 verse 1. See, the Lord's hand is not too short to save, nor his ear too dull to hear. See, the Lord's hand is not too short to save, nor his ear too dull to hear. ഇത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അടിവരയിട്ട് ഞാനും നിങ്ങളും സൂക്ഷിക്കണം. കാരണം ദൈവമക്കളെ, അനേകം ആത്മാക്കളെ ഇന്ന് സാത്താൻ അവിശ്വാസത്തിൻ്റെ പീഡ കൊണ്ട് ഞെരുക്കുകയാണ്. അവിശ്വാസത്തിൻ്റെ പീഡ കൊണ്ട് ഞെരുക്കുകയാണ്. വഴിയരികിൽ വീണ വിത്തിനെ മുള്ളുകളും മുൾപടർപ്പുകളും വളർന്ന് ഞെരുക്കിയതുപോലെ, അതിനെ തളർത്തിയതുപോലെ നിരവധി മക്കളുടെ ആത്മീയ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന അനവധി ചിന്തകൾ നൽകി സാത്താൻ ആത്മീയ ജീവിതത്തിൽ നിന്ന് ദുർബലപ്പെടുത്തി അനേക മക്കളെ ലോകപ്രകാരം ജീവിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? ദൈവം എന്താ എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത്? ഇങ്ങനെയുള്ള ഒരു മഹാപീഡ, അങ്ങനത്തെ ഒരുപാട് പേരെ അച്ഛൻ ശ്രദ്ധിക്കാൻ ഇടവന്നിട്ടുണ്ട്. 1 വർഷം പ്രാർത്ഥിച്ചു, 5 വർഷം പ്രാർത്ഥിച്ചു, 10 വർഷം പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന ഒരു ചിന്തയിൽ ശരിക്കും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ, കേൾക്കാത്തത് എന്ത്, അങ്ങനത്തെ ഒരു മനപ്പീഡ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അച്ഛൻ ചിന്തിച്ചപ്പോൾ ഒരു അനുഭവം, ഒരു വചനഭാഗം, ഒരു ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലായി കർത്താവ് നൽകി. അതാണ് ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുലിഖിതങ്ങൾ. അവിടെ ജോഷുവ ആയി പട്ടണത്തെ ആക്രമിക്കാൻ വേണ്ടി തൻ്റെ സൈന്യത്തെ അയക്കുകയാണ്. ഒരു വളരെ ചെറിയൊരു പട്ടണം, അതുകൊണ്ട് 2000-ഓ 3000-ഓ പേര് ധാരാളം മതി അതിനെ കീഴ്പ്പെടുത്താൻ. എന്നാൽ ആ പട്ടണ നിവാസികളുടെ മുമ്പിൽ ജോഷുവ അയച്ച ദൈവത്തിൻ്റെ സൈന്യം, ജോഷുവ അയച്ച ദൈവജനം വളരെ പരാജിതരായി തോറ്റ് തുന്നം പാടി ഓടിയ ഒരു സംഭവ വികാസമാണ് അവിടെ ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വലിയ അപമാനം, വലിയ സങ്കടം, 10-30 പേരെ അവർ വധിച്ചു, ശത്രുക്കൾ 10-30 പേരെ വധിച്ചു. അങ്ങനെ ആ വാർത്ത ജോഷുവയുടെ കാതുകളിലെത്തി. ദൈവജനം മുഴുവൻ ഭയചകിതരായി, ആകെ ഒരു പരിഭ്രാന്തി. ആ സമയത്ത് ജോഷുവയും ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരും ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 7 വേഴ്സ് 6. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി, അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടി വാരിയിട്ടു. സായാഹ്നം വരെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്നു. സായാഹ്നം വരെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ അവർ വസ്ത്രം കീറി പൂഴി വാരിയിട്ട് അവർ കമിഴ്ന്ന് വീണ് കിടന്നു. എപ്പോഴാണ് അവർ എഴുന്നേറ്റത്? എപ്പോഴാണ് ഒരു പ്രാർത്ഥന നിർത്തിയത്? ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 7 വേഴ്സ് 11. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക,
നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ജോഷുവായും ശ്രേഷ്ഠന്മാരും വസ്ത്രം കീറി ആ കർത്താവിൻ്റെ പീഠത്തിന് മുമ്പിൽ എളിമയോടെ കിടക്കുകയാണ്. എൻ്റെ കർത്താവേ, അങ്ങ് വരാതെ, അങ്ങ് സംസാരിക്കാതെ, അങ്ങ് ഇടപെടാതെ ഈ ദാസനും ഈ ദാസൻ്റെ സഹപ്രവർത്തകരും എഴുന്നേൽക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല. അങ്ങനെ അവർ സാഷ്ടാംഗം വീണ് കിടക്കുകയാണ്. ആ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് അവർ സാഷ്ടാംഗം വീണ് കർത്താവിന് മുമ്പിൽ കടന്നു. ഇതെന്തുകൊണ്ട് ദൈവജനം തോറ്റു എന്നറിയണം. സാഷ്ടാംഗം വീണ് വസ്ത്രം കീറി കിടക്കുന്ന ജോഷുവയെയും ജോഷുവയുടെ സഹ നേതാക്കന്മാരെയും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും കാണുക മക്കളെ ഭാവനയിൽ. അങ്ങനെ ഇവരുടെ പ്രാർത്ഥന 1 മണിക്കൂർ കഴിഞ്ഞു, 5 മണിക്കൂർ കഴിഞ്ഞു, 7 മണിക്കൂർ, മണിക്കൂറുകൾ നീണ്ട് സായാഹ്നം വരെ, ദൈവം വരുന്നത് വരെ. ഇതാണ് അവരുടെ നിബന്ധന. ദൈവം സന്ദർശിക്കുന്നത് വരെ. അങ്ങനെ അവരവിടെ കടന്നു. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളുടെ വിചാരം എങ്ങനെയാണ്, അങ്ങനെ കടന്നാൽ ദൈവം വന്നില്ലെങ്കിലോ? മക്കളെ, നമ്മുടെ ഈ അവിശ്വാസമാണ് അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സം. ഈ ദുർബല ചിന്തയാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. നീ എന്താണോ ഭയപ്പെടുന്നത് അത് നിനക്ക് വന്നുകൂടും എന്നല്ലേ തിരുലഗ്നം പഠിപ്പിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഇത് ബ്ലോക്കാണത്. എനിക്കൊരു ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ദൈവം ശ്രദ്ധിക്കുന്നുണ്ടെന്നും എൻ്റെ ഓരോ നീക്കത്തിനും, എൻ്റെ ഓരോ വാക്കിനും, എൻ്റെ ഓരോ ചലനത്തിനും വിലയുണ്ടെന്നും ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ജോഷുവ സായാഹ്നം വരെ കർത്താവ് വന്നു. കർത്താവ് വരുന്നത് വരെ അവൻ അവിടെ കടന്നു. കർത്താവ് വന്നിട്ട് പറഞ്ഞു, ജോഷുവ എഴുന്നേൽക്ക്, നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ദൈവം ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം ഇടപെട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. ദൈവം ഇടപെട്ട് ഗൈഡൻസ് കൊടുത്തു. പിന്നീട് അവർക്ക് അത്ഭുതകരമായൊരു വിജയം ദൈവ സ്വർഗത്തിൽ നൽകുന്ന കാര്യമാണ് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ പറയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ പ്രാർത്ഥിച്ച ഒരു കർത്താവിൻ്റെ മകളെ ഈ അടുത്ത കാലത്ത് അച്ഛൻ കേൾക്കാൻ ഇടവന്നു. എൻ്റെ പേര് മറിയാമ്മ, എലവുമൂട്ടിൽ വീട്ടുപേര്. ഞാൻ പെരുമ്പടാരി ഇടവകപ്പള്ളിയിൽ, നമ്മുടെ മണ്ണാർക്കാട് പെരുമ്പടാരി പെരുമ്പടാരി ഇടവക്കാരത്തിയാണ്. അതെ. ഈ അച്ഛനെ പരിചയമുണ്ടോ? ഉണ്ട്. എൻ്റെ കൈ ഒടിഞ്ഞിട്ട് ജനുവരി മാസത്തിൽ എൻ്റെ കൈ ഒടിഞ്ഞതാണ്. ആ കൈ എനിക്ക് പൊക്കാനും താക്കാനും സാധിച്ചിരുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട് 3 മാസത്തോളം ഞാൻ കഴിഞ്ഞു. ഞാൻ റബ്ബർ വെട്ടി ജീവിക്കുന്നവളാണ്. എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്ത ആളാണ്. ഞാൻ വെട്ടാൻ പോയി പാലെടുത്ത് പോകുന്ന സമയത്ത് ബക്കറ്റുമായിട്ട് ഞാൻ വീണ് എൻ്റെ കൈ ഒടിഞ്ഞതാണ്. പക്ഷേ റബ്ബർ വെട്ടി പാല് എടുത്ത് കൊണ്ട് ഒഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് റബ്ബർ പാലോടുകൂടി മറിഞ്ഞു വീണ്. ദൈവം എന്തായിരിക്കും അവിടുത്തെ രംഗം. എന്നിട്ട് കൈ ഒടിഞ്ഞ് തവിട് പൊടിയായി. അങ്ങനെ 3 മാസം ഞാൻ പ്ലാസ്റ്റർ ഇട്ടു. അതിൻ്റെ ശേഷം എൻ്റെ കൈ കൊണ്ട് എനിക്ക് ഒന്നിനും സാധിച്ചിരുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു സാധനം കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അതേമാതിരി തവിട് പൊടി. അന്ന് തൊട്ട് എനിക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവളായിരുന്നു. ഞാൻ പല ഡോക്ടർമാരെ, നമ്മുടെ മണ്ണാർക്കാട് 3-4 ഡോക്ടർമാരുടെ അടുത്ത് പോയി. മണ്ണാർക്കാട് ഗംഭീരമായ സ്ഥലം. അങ്ങനെ അവർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യാതെ കൈ ശരിയായില്ല, എല്ല് കയറി കൂടിയിരിക്കുകയാണ്. ഒരു എല്ലിൻ്റെ മുകളിലേക്ക് കയറി എല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ തവിട് പൊടിയായിരിക്കാം. എന്നിട്ട് അപ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരു വൈദ്യനുണ്ട്, അവിടെ ചെന്നാൽ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ മാസം അവിടെ പോയി. അപ്പോൾ അയാൾ പറഞ്ഞു ഷോളർ ഇറങ്ങിയതാന്ന് പറഞ്ഞു, ഞരമ്പ് ശരിയായില്ല, അത് ഓപ്പറേഷൻ ചെയ്യാതെ പറ്റില്ല. ഇത് വൈദ്യർക്കും ശരിയാക്കാൻ പറ്റില്ല. തിരുമലുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ശരിയാക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടി പോയി കിടക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഷോൾഡർ ഉൾപ്പെടെ പോയി കിടന്നിട്ട് അപ്പോൾ ഞാൻ അവിടുന്ന് പോരുന്നു. അയാളൊരു തുള്ളി മരുന്നൊക്കെ തന്നു. പക്ഷെ എനിക്ക് കിടന്നുറങ്ങാൻ സാധിച്ചിരുന്നില്ല. 9 മാസമായിട്ട് ഉറങ്ങാനും പറ്റില്ല. രാത്രിയിലാണ് വേദന. പകൽ ഞാൻ എങ്ങനെയും ഒക്കെ നടക്കും. രാത്രിയിലൊക്കെ ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ നടക്കും. വൈകുന്നേരം വേദനയുടെ പൂരം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് വന്നിട്ട് എനിക്കൊരു കുറവുമില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അഭിഷേകാഗ്നിയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ ഒന്നിൽ എന്നെ കൈ ഒടിച്ചതാ, അല്ലേ എനിക്ക് സൗഖ്യം താ. എനിക്ക് സാധിക്കുന്നില്ല, ഇത് സഹിക്കാനുള്ള ശക്തിയില്ല, എനിക്ക് ഇരയെടുത്ത് ജീവിക്കണം, എനിക്ക് ഒരു നിവൃത്തിയുള്ളവളല്ല. പുള്ളിക്ക് മരുന്ന് വാങ്ങാൻ 1000 രൂപ വേണം ഒരാഴ്ചയിൽ. അപ്പം ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചു. എനിക്ക് ആരും ആശ്രയമില്ലാത്തവളാണ്. അപ്പോൾ എനിക്ക് സൗഖ്യം തന്നേ തീരും, ഞാനിവിടെ നിന്നേക്കില്ല, എനിക്കിപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം വേണമെന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു. കൈ ഒടിച്ചെടുത്തോ, അല്ലെങ്കിൽ ഇത് സൗഖ്യം താ, എനിക്ക് പണിയെടുത്ത് ജീവിക്കണില്ല, ഞാൻ എങ്ങനെ ജീവിക്കും? സൗഖ്യം കിട്ടി ഇവിടുന്ന് എഴുന്നേക്കില്ലെന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പ്. എൻ്റെ യേശു എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ആകെ ഒരു അസ്വസ്ഥതയായി, ശരീരം മൊത്തം വേദന.
ഞാൻ ആ മുട്ടുമേൽ അവിടെ കിടന്നു ടിവിയുടെ മുമ്പില്. ഓ, വേദന കൊണ്ട് അങ്ങോട്ട് പോയാൽ തുടങ്ങി. അവിടെ ഒറ്റ കടപ്പ്. എന്റെ തലമുടി നാര് മുതല് പെരുവരല് വരെ എനിക്ക് വേദന എടുക്കുകയാണ് ആ സമയത്ത്. ഞാനപ്പോ എന്റെ ഈശോയോട് പറഞ്ഞു, എന്റെ ദൈവമേ ആകെ തളർത്താണോ എന്നെ. അപ്പോഴത്തേനും ചേട്ടത്തിക്ക് അടുത്ത ടെൻഷൻ എന്താ, ഇതിപ്പോ കൈക്ക് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്തായി ഈ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞോടുകൂടി തലമുടി നാര് തൊട്ട് ഞാൻ പെരുവിരൽ വരെ അങ്ങോട്ട് ഭയങ്കര വേദനയായിട്ട് അവിടെ തളർന്ന് കിടന്നു. അപ്പൊ എന്തായി, തളർവാദം പിടിച്ച് ഇനി കിടക്കേണ്ടി വരും. എന്നെ മൊത്തം തളർത്തിയോ, ഇത് ഒറ്റ കരച്ചിലാണ്. അരമണിക്കൂർ സമയം ഞാൻ അവിടെ തന്നെ കുമ്പിട്ട് കിടന്നു. അവിടെ അവസാനം ഞാൻ അവിടെ നിന്നിട്ടു. എനിക്ക് സൗഖ്യം കിട്ടി. തിങ്കളാഴ്ച രാവിലെ 3 മണിയായപ്പോ 2:45 ഞാൻ കത്തിയെടുത്ത് പോയി വെട്ടാൻ. റബ്ബർ വെട്ടാൻ പോയി. എന്റെ യേശു എന്നെ കൈ നിവർത്തി തന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് തന്നെ അല്ലേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനസ്സ്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഈ കാര്യം തന്നെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സസ് 1 to 8. This passage also gives us such a lesson. Jesus wants to give us a lesson about prayer. ഒരുപാട് പേര് പ്രാർത്ഥനയിൽ ഭഗ്നാശരാകുന്നുണ്ട്. എന്നാൽ എന്താണ് യേശുവിൻ്റെ മനസ്സ്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നു കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. Then Jesus told them a parable about their need to pray always and not to lose heart. Pray always and do not lose your heart in prayer. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുവിൻ. ഇതാണ് ഈശോയുടെ മനസ്സ്. അത് ദൈവജനത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപമ പറയണതാണ്. നമ്മൾ ഈ 1 തൊട്ട് 8 വരെയുള്ള തിരുലിഖിതത്തിൽ കാണുന്നത് ദ പാരബിൾ ഓഫ് ദി വിഡോ ആൻഡ് ദ അൺജസ്റ്റ് ജഡ്ജ്. ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. അതിൻ്റെ കൺക്ലൂഷനായിട്ട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാം തിരുലിഖിതം, ലൂക്ക് 18 വേഴ്സ് 7. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു ഈ കാര്യം തറപ്പിച്ച് പഠിപ്പിക്കുകയാണ്. എന്ന് വെച്ചതിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുകയാണ്. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി, യേശുവേ ഞാനിതാ വിളിക്കുന്നു, എൻ്റെ നിലവിളി കേൾക്കണമേ. ദുഃഖത്തിൽ തകർന്നു കിടക്കുന്നവർ, മനോവിഷമത്തിൽ ഇരിക്കുന്നവർ, കുട്ടികളെ, ഓൾ ചിൽഡ്രൻ, ഓൾ സ്റ്റുഡൻസ്, പ്ലീസ് കോൾ അപ്പോൺ ദ മൈറ്റി നെയിം ജീസസ്. യേശു ക്രിസ്തുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ ഞാനിതാ വിളിക്കുന്നു, എൻ്റെ നിലവിളി കേൾക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ജീസസ്, 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 യേശുവേ, യേശുവേ പറയണമേ. 2 കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 സ്പർശിക്കണമേ, ഇപ്പോൾ തൊടണമേ. വിളി കേൾക്കുന്ന യേശുവേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന യേശുവേ, എൻ യാചന കേൾക്കണമേ, എൻ യാചന കേൾക്കണമേ.
അനേക രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. മക്കളെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതാ തടസ്സങ്ങളിരിക്കുന്ന കുടുംബങ്ങൾ രക്ഷപ്രാപിക്കാൻ കർത്താവ് ഇടപെടുന്നു. കണ്ണുനീരോടെ വിദ്യാർത്ഥിനികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, 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 സ്പർശിക്കണമേ, സൗഖ്യം നൽകണമേ, വിടുവിക്കണമേ. യേശു നാമത്തെ ഞങ്ങൾ ഇതാ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിക്കുന്നവനായ യേശു ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈ സമയം മുട്ടിന്മേൽ നിന്ന് രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയവതകളെല്ലാം തുറന്ന് യേശുവേ, എൻ്റെ യേശുവേ, അവിടുന്ന് മാത്രമാണ് എൻ്റെ സഹായം. കൈകൾ ഉയർത്തി ഉറക്കം നിലവിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, 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 മാത്രമേ സഹായം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, 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 മാത്രമേ സഹായം. യേശുവേ, എന്നെ സ്പർശിക്കണമേ, യേശുവേ, എന്നെ തൊടണമേ. നീ മാത്രമേ സഹായം. നീ മാത്രമേ സഹായം. ഈ കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.